മാം അത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാ അർജുൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ രേണുക ഇടപെട്ടു. നിന്റെ കാരണങ്ങളൊന്നും ഇവിടെ ആർക്കും അറിയേണ്ട ആവശ്യമില്ല. പാർട്ടി ആരംഭിക്കും. അർജുൻ മുഖം കുനിച്ചുകൊണ്ട് ആ വേദിയിൽ നിന്നിറങ്ങി. പ്രയാഗയുടെ കുടുംബാംഗങ്ങളെല്ലാം അത് കണ്ട് പരസ്പരം ചിരിക്കാൻ തുടങ്ങി. അർജുൻ പ്രയാഗയുടെ അടുത്ത് ചെന്ന് എന്തുകൊണ്ടാണ് വൈകി വന്നതെന്ന് അവളോട് പറയാൻ ശ്രമിച്ചു. പ്രയാഗ, ഞാൻ അല്പം വൈകിപ്പോയി. അത് ഇല്ല അർജുൻ, വെറുതെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി പറയണ്ട. ഞാൻ എത്ര നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഞാൻ വിളിച്ചതല്ലേ. അപ്പൊ അർജുൻ പറഞ്ഞു പ്രധാനപ്പെട്ട എന്തോ ജോലി ഉണ്ടെന്ന്. എന്നിട്ടോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയില്ലേ. പോട്ടെ, എന്റെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് നിനക്ക് അറിയുന്നതല്ലേ. ഒരു നല്ല ഡ്രസ്സ് ധരിച്ച് നിനക്ക് ഇങ്ങോട്ട് വന്നൂടായിരുന്നു? ചോദിച്ചിരുന്നെങ്കിൽ അതിനുള്ള പണം ഞാൻ നിനക്ക് തരുമായിരുന്നല്ലോ. എന്താ പ്രയാഗ, നീയും മറ്റുള്ളവരെ പോലെ എന്നോട് പെരുമാറാൻ തുടങ്ങിയോ? നിനക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ. എനിക്കും ആത്മാഭിമാനമുണ്ട് പ്രയാഗ. ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്റെ പ്രൊജക്ട് വിജയിച്ച എന്റെ സ്വന്തം പണം കൊണ്ട് ഞാൻ എല്ലാം വാങ്ങും. അതുവരെ എന്റെ കൈവശമുള്ള 4 വസ്ത്രങ്ങളും മതി എനിക്ക്.